14ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇവ, ഞാൻ ജോഷ്, ഞാൻ ജിയാന, ഞാൻ സേറ, ഞാൻ അൽഫോൻസ്. അൽഫോൻസ്, ഇന്നത്തെ എപ്പിസോഡ് നിന്റെ പാട്ടിന്ന് തുടങ്ങിയാലോ? അതെ, ശരിയാണല്ലോ. അൽഫോൻസ് ചേട്ടാ പാട്ട് പാട്. അതെ ചേട്ടാ, വേഗം പാട്. ഓക്കെ, ഞാൻ പാടാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സൂപ്പർ അൽഫോൺസ്, അടിപൊളി പാട്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു പുതിയ സൈനിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ? ഇന്നത്തെ സൈനിനെ കുറിച്ച് പഠിക്കാം. സയൻസ് കോർണർ. ലണ്ടൻ ചലഞ്ചിൻ്റെ സയൻസ് കോർണർ എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് കൊച്ചു ത്രേസ്യയെക്കുറിച്ച് കേൾക്കാം. കൊച്ചു ത്രേസ്യയെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അല്ലേ? ചെറുപ്പത്തിലെ കൊച്ചു ത്രേസ്യയുടെ ഒരു പ്രത്യേകത ഭയങ്കര പിടിവാശിയുണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ ചെന്നാലാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പുണ്യങ്ങളൊക്കെ ചെയ്താലാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ട് സ്വർഗം എന്ന് പറയുന്നത് വളരെ സുന്ദരമായ ഒരു സ്ഥലം എന്ന ഒരു ചിന്ത കൊച്ചു ത്രേസ്യയുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്തിൽ ചെന്ന് ഭൂമിയിലേക്ക് റോസാപ്പൂക്കൾ വർഷിക്കും. കൊച്ചു ത്രേസ്യ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മ എപ്പോഴും ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്നേഹമുള്ളവർ അവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്നൊക്കെ കേട്ടപ്പോൾ കൊച്ചു ത്രേസ്യ ഒരു ദിവസം ഓടിച്ചെന്ന് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ മരിച്ചു പോട്ടെ, വേഗം മരിച്ചു പോട്ടെ എന്ന്. അപ്പോൾ അമ്മയൊന്ന് ഞെട്ടിപ്പോവും. അപ്പോൾ പറയും, അല്ല അമ്മ മരിച്ചു പോവാണ്, വേഗം സ്വർഗത്തിൽ പോവും, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാമല്ലോ, അമ്മയ്ക്ക് അവിടുന്ന് റോസാപ്പൂക്കളൊക്കെ ഇടാമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കൊച്ചു ത്രേസ്യ കോൺവെൻറ്റിൽ ചെന്നു. പിന്നീട് അങ്ങോട്ട് ഈ പതിയെ ഈ ദേഷ്യവും പിടിവാശിയൊക്കെ മാറി കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് മഠത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് തെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാലേ വീണ് മാപ്പ് ചോദിക്കണം സുപ്പീരിയേഴ്സിൻ്റെ. അങ്ങനെ ഒരു ദിവസം മഠത്തിൽ കോൺവെൻറ്റിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് പൊട്ടിയിരുന്നു. അത് ശരിക്കും കൊച്ചു ത്രേസ്യ അല്ല പൊട്ടിച്ചത്. അപ്പോൾ ശരിക്കും സുപ്പീരിയർ സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വഴക്ക് കൊടുത്തു, കൊച്ചു ത്രേസ്യയാണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞു. സാധാരണഗതി എന്ത് പറയണം, കുറ്റം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയില്ലേ, പറയത്തില്ലേ? പക്ഷേ കൊച്ചു ത്രേസ്യ ഒന്നും മിണ്ടിയില്ല. വേഗം വഴക്ക് കേട്ടോണ്ടന്നെ സുപ്പീരിയർ സിസ്റ്ററിൻ്റെ കാലയിലോട്ട് വീണ് മാപ്പ് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഉള്ളിൽ പറയും, ഞാനിത് ഈശോയ്ക്ക് റോസാപ്പൂവായിട്ട് കാഴ്ചവെക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു കൊച്ചു ത്രേസ്യ പുണ്യം പരിശീലിച്ചിരുന്നത്. അത് കഴിഞ്ഞ് മഠത്തിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, കൊച്ചു ത്രേസ്യ ചാപ്പലിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം കൊച്ചു ത്രേസ്യ ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്രായമുള്ള സിസ്റ്ററുണ്ട്. അപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് നമുക്കറിയാം, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സിസ്റ്റർ ആണെങ്കിൽ എപ്പോഴും കൊച്ചു ത്രേസ്യ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പോയിരിക്കും, തൊട്ട് പുറകിൽ പോയിരിക്കും. ഈ സിസ്റ്റർ ആണെങ്കിൽ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു വല്ലാത്ത സൗണ്ടിലാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ അങ്ങ് പാടിക്കഴിയുമ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് കോൺസെൻട്രേഷൻ പോകുന്നു, കൊച്ചു ത്രേസ്യയ്ക്ക് ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. അങ്ങനെ കൊച്ചു ത്രേസ്യ പതുക്കെ ഈ സിസ്റ്ററിൻ്റെ അടുത്ത് മാറി അങ്ങോട്ട് വേറൊരു ബെഞ്ചിൽ പോയിരിക്കും. അപ്പോൾ ഈ സിസ്റ്റർ പുറകെ പോയി, കൊച്ചു ത്രേസ്യയോടുള്ള ഇഷ്ടം കൊണ്ടായി സിസ്റ്റർ വരുന്നത്. പക്ഷെ കൊച്ചു ത്രേസ്യയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഈശോയുടെ സ്നേഹം ധ്യാനിച്ച് എനിക്ക് ശരിക്കും ഈശോയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഈ അമ്മയുടെ ഈ സൗണ്ട് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. അങ്ങനെ പിന്നെ കൊച്ചു ത്രേസ്യ ഈശോയുടെ ഇതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം അവളുടെ പാട്ടും ആ ശബ്ദവും, നിനക്കെന്താ ഇഷ്ടപ്പെട്ടാൽ എന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് മനസ്സിലായി ഇത് കൊച്ചു ത്രേസ്യ സ്നേഹത്തോടെ സ്വീകരിക്കാൻ വേണ്ടി ഈശോ കൊടുത്തൊരു കുഞ്ഞ് കാര്യമാണെന്ന് മനസ്സിലായി. പിന്നെ കൊച്ചു ത്രേസ്യ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല. ഈ ശബ്ദം കേൾക്കുമ്പോഴും അതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സന്തോഷിച്ച് സിസ്റ്ററിനെ സ്നേഹിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ
ഇവർ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ അലക്കാൻ പോകും. തുണി അലക്കാൻ പോകുമ്പം വേറെ 1-2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിങ്ങനെ തുണി അലക്കുമ്പം തുണി ഇങ്ങനെ കല്ലിലേറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അഴുക്ക് പോകാൻ വേണ്ടി കല്ലിലേറ്റും ഇല്ലേ? അപ്പോൾ ഈ സോപ്പ് വെള്ളം കൊച്ചു ത്രേസ്യയുടെ മുഖത്തൊക്കെ വീഴും. അപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് ആദ്യമൊക്കെ ദേഷ്യം വരുമായിരുന്നു. പിന്നെ കൊച്ചു ത്രേസ്യയ്ക്ക് മനസ്സിലായി, ഇല്ല ഇതും ഞാൻ സ്വീകരിക്കണം, അവിടെ എനിക്ക് ദേഷ്യപ്പെടാനും ഇറിറ്റേറ്റഡ് ആകാനും പാടില്ല, അതും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് സ്നേഹത്തോടെ ഈശോയ്ക്ക് കൊടുത്തു. അങ്ങനെ പുണ്യം അഭ്യസിച്ചൊരു വിശുദ്ധയാണ് കൊച്ചു ത്രേസ്യ. അപ്പോൾ കൊച്ചു ത്രേസ്യ സ്വർഗത്തിൽ നിന്ന് എന്താ വർഷിക്കുന്നത് താഴേക്ക്? അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് താഴേക്ക് റോസാപ്പൂക്കൾ ഇടണമെങ്കിൽ ഭൂമിയിൽ നമ്മൾ റോസാപ്പൂക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കാഴ്ചവെക്കണം അല്ലേ? നമ്മുടെ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ. അപ്പം ഇതെല്ലാം കാഴ്ചവെച്ചാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയായി തീർന്നത് അല്ലേ? ശരിക്കും മിഷണറിമാരുടെ മധ്യസ്ഥയാണ്. കൊച്ചു ത്രേസ്യയാണ് എങ്ങും പോയി മൈക്കെടുത്ത് പ്രസംഗിച്ചിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. മഠത്തിൻ്റെ ഉള്ളിലിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചാണ് വിശുദ്ധയായി തീർന്നത്. അപ്പം നമ്മൾ ഈ ലണ്ടൻ ചാലഞ്ച് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിലൂടെ നമ്മളും ചെയ്യുന്ന എന്താണ്? ലോകം മുഴുവനിലുള്ള കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലേ? നമ്മൾ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലണ്ടൻ ചാലഞ്ചിലൂടെ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പിടിവാശിയുള്ള കുട്ടികളെ എല്ലാം ഓർക്കുക അല്ലേ? നിങ്ങൾക്ക് പിടിവാശി ഉണ്ടോ? ഇച്ചിരിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതങ്ങ് കൊടുക്കാം ഈശോയ്ക്ക് അല്ലേ? പിടിവാശി വരുന്ന സമയത്ത് ഈശോയെ എന്നെ സഹായിക്കണേ, കൊച്ചു ത്രേസ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ പിടിവാശി കൊടുക്കുന്നതിനോടൊപ്പം ഇതുപോലെ പിടിവാശിക്കാരായ എല്ലാ കൂട്ടുകാരെയും നമുക്ക് നോർക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? കൂട്ടുകാരെ, നിങ്ങൾ കൊച്ചു ത്രേസ്യനെ കുറിച്ച് കേട്ടില്ലേ? ഈശോ പറഞ്ഞു നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. അത് തന്നെയാണ് കൊച്ചു ത്രേസ്യയുടെ ലൈഫ്. ഇന്നത്തെ വചനം പഠിക്കാനുള്ള ടൈമാണ്. ഇന്നത്തെ വചനം ഇതാണ്: സിംഹക്കുട്ടികൾ ഇരിയിട്ടാതെ വിശന്നു വന്നേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 34:10. ഞാൻ ഒന്നും കൂടി പറയാവേ. സിംഹക്കുട്ടികൾ ഇരിയിട്ടാതെ വിശന്നു വന്നേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 34:10. അപ്പൊ സമയം കളയാതെ വേഗം ഈ വചനം പഠിക്കണേ കൂട്ടുകാരെ. ഇനി നമുക്ക് പുതിയ സ്ഥലം കാണാനുള്ള സമയമാണ്. നമുക്ക് പോയാലോ? ഫുട്പിൻ. ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട് പ്രിൻസിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഗലീല തടാകത്തിന്റെ തീരത്തിലൂടെയുള്ള യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈശോയുടെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസിന്റെ വീട് കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ പത്രോസിന്റെ അമ്മായിയമ്മയെ ഈശോ സുഖപ്പെടുത്തിയ ആ ഭവനത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പിന്നെ ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ പത്രോസ് ശ്ലീഹായെ ഈശോ നമ്മുടെ സഭയുടെ തലവനായി തിരഞ്ഞെടുത്ത സ്ഥലം കൂടിയാണിത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ ദേവാലയം പണിയും എന്ന് ഈശോ പത്രോസിനോട് പറഞ്ഞ് സഭയുടെ താക്കോൽ ഏൽപ്പിച്ച സ്ഥലം കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ സ്ഥലങ്ങളുടെ കാഴ്ചകളിലേക്ക് പോവാം. മക്കളെ, നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പത്രോസ് ശ്ലീഹായുടെ ഭവനത്തിന്റെ അവശിഷ്ടങ്ങളുള്ള സ്ഥലത്തെ പുണ്യ ദേവാലയത്തിന്റെ കാഴ്ചകളിലേക്കാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ ഗലീല പ്രദേശത്തിലായിരുന്ന സമയത്ത് പ്രവർത്തിച്ച അത്ഭുതങ്ങളും ആ അത്ഭുതങ്ങളൊക്കെ നടന്ന സ്ഥലത്തെ കാഴ്ചകളുമൊക്കെയാണ്. ഗലീലയിലായിരുന്ന സമയത്ത് ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു.
കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, ശതാധിപന്റെ വൃദ്ധനെ സുഖപ്പെടുത്തി, പിശാചു ബാധിതരെ സുഖപ്പെടുത്തി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു ഈശോയുടെ അത്ഭുതങ്ങൾ. ഈശോയുടെ സ്വന്തം പട്ടണമായ കഫർനാമില് ഈശോ പഠിപ്പിച്ചിരുന്ന സിനഗോഗിന്റെ തൊട്ടടുത്താണ് പത്രോസിന്റെ ഭവനം ഉണ്ടായിരുന്നെന്നാണ് പഠനങ്ങളും വിശ്വാസങ്ങളും പറയുന്നത്. ഈശോ കഫർനാമിലായിരുന്ന സമയത്ത് ഒരുപാട് സമയം പത്രോസിന്റെ വീട്ടിൽ ചിലവഴിക്കാറുണ്ടായിരുന്നെന്നും ബൈബിൾ പഠനങ്ങൾ പറയുന്നു. ഈശോ പത്രോസിന്റെ ഭവനത്തിലായിരുന്ന സമയത്താവാം തളർവാദ രോഗിയെ അവിടെ കൊണ്ടുവരികയും അവിടുത്തെ ആൾക്കൂട്ടം കാരണം ഈശോയുടെ അടുക്കിലേക്ക് എത്താൻ പറ്റാതെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് മേൽക്കൂരയിലൂടെ ഈശോയുടെ മുന്നിലേക്ക് തളർവാദ രോഗിയെ അവർ താഴെ ഇറക്കിയതെന്നും അവിടെ വെച്ചാണ് ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പത്രോസിന്റെ ഭവനം ഉണ്ടായിരുന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങൾ താഴെ സൂക്ഷിച്ചുകൊണ്ട് അതിന് മുകളിലൂടെ പണിതീർത്തിരിക്കുന്ന ഇന്നത്തെ മനോഹരമായ ദേവാലയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. മക്കളെ, പ്രവാചകന്മാരിലൂടെ ഒക്കെ പ്രവചിച്ചവ പൂർത്തിയാകുകയാണ് ഈശോയുടെ അത്ഭുതങ്ങളിലൂടെ സംഭവിച്ചത്. നമ്മുടെ കഷ്ടങ്ങളെ, നമ്മളുടെ രോഗങ്ങളെ ഒക്കെ നമുക്ക് ഈ കാഴ്ചകളോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക് സമർപ്പിക്കാം. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ ഈശോ, കരളലിവുള്ള ഈശോ നമ്മളോടും കരുണ കാണിക്കും. ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒത്ത നടുവിലായി ചില്ലുകൂട്ടിലൂടെ താഴേക്ക് നോക്കുമ്പോൾ പത്രോസിന്റെ ഭവനത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. പുറത്തുനിന്ന് നോക്കിയാലും നമുക്ക് അവശിഷ്ടങ്ങൾ കാണാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചില്ലുകൂടാരം ഈ ദേവാലയത്തിന്റെ ഉള്ളില്? തളർവാദ രോഗിയെ പത്രോസിന്റെ ഭവനത്തിലാണ് കൊണ്ടുവന്നതെന്നും പത്രോസിന്റെ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചാവാം തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കിയതെന്നുമുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ഒരു മാതൃക ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിന് വെളിയിലായി ഗലീല തടാകത്തിനരികിലായി നമ്മുടെ പത്രോസ് ശ്ലീഹ താക്കോലൊക്കെ പിടിച്ച് ആജാനുബാഹുവായി നിൽക്കുന്ന മനോഹരമായ ഒരു പ്രതിമയുണ്ട്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ ദേവാലയം പണിയും എന്ന് ഈശോ പത്രോസിനോട് പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കാനാണ്. നമ്മുടെ സഭയുടെ താക്കോല് പത്രോസ് ശ്ലീഹായെ ഏൽപ്പിച്ചത് ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു പ്രതിമ ഈ ഗലീല തടാകത്തിന്റെ തീരത്ത് മനോഹരമായി നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പുണ്യസ്ഥലവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെ, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് വരാൻ സമയമായില്ലേ? അതെ, ശരിയാ. ചേച്ചി, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാണ്? ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നിഖിൽ ചേട്ടൻ. വെൽക്കം നിഖിൽ ചേട്ടാ. ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ഈശോയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാനിന്ന് പങ്കുവെക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ചെറുപ്പത്തിലെ പ്രാർത്ഥനയോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പോയെങ്കിലും ഞാൻ നിർബന്ധം കാരണം മാത്രമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ പേരൻസ് എന്നെ പള്ളിയിലോട്ട് വിടുമ്പോഴും ഞാനിങ്ങനെ ചില സമയത്ത് താഴെ ഗ്രൗണ്ടിൽ പോയി കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 7ാം ക്ലാസ് വരെ അങ്ങനെ പോയി ഒരുപാട് ശൂന്യത നിറഞ്ഞ ഒരു തിന്മ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു 7ാം ക്ലാസ് വരെ. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ് ഒരു 8ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് 8ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ നാട്ടിലോട്ട് വന്നു പഠിക്കാനായിട്ട്. ഞാൻ നേരത്തെ കുവൈറ്റിലായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ആ ഒരു വർഷം ഒരുപാട് ഹോം സിക്നെസ്സും ഭയങ്കര സങ്കടവും, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നു, ഭയങ്കര വിഷമമായിരുന്നു.
അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ശരിക്കും ഇവിടെ വന്നാണ് 8ാം ക്ലാസ്സിലാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. കർത്താവ് മിണ്ടായിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തതെന്ന്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ഒരു സഹനത്തിൻ്റെ ആ ഒരു വർഷത്തിൽ നിന്നാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് കർത്താവ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വർഷത്തെ ഓർത്ത് ഞാൻ ശരിക്കും ഇപ്പോൾ നന്ദി പറയുക കർത്താവിനോട്. അപ്പോൾ അങ്ങനെ ആ ഒരു വർഷം അങ്ങനെ കടന്നുപോയി. ആ വർഷം കഴിഞ്ഞപ്പം സ്കൂള് മാറണമെന്നൊക്കെ ഓർത്ത് ചാവറ സ്കൂളിൽ വരണമെന്ന് ഓർത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ നാട്ടിൽ നിന്നൊരു ബ്രദർ കുവൈറ്റിലോട്ട് ഒരു റിട്രീറ്റിനായിട്ട് പോയി എൻ്റെ പേരൻസിൻ്റെ അടുത്ത്. അപ്പം അവര് ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ബ്രദർ ഇവരുടെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചാവറാച്ചിനെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ കാര്യം ഒന്നും ഈ ബ്രദറിനോട് പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഇവർ പറയുന്നത് ഇവന് ഇങ്ങനെ എൻ്റെ പ്രശ്നങ്ങളും പിന്നെ എനിക്ക് മാറണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെന്ന് ചാവറയിലോട്ട് വിടാനിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു ധൈര്യമായിട്ട് അവനെ അങ്ങോട്ട് വിട്ടോ, അത് തന്നെയാണ് ദൈവഹിതം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചാവറയിലോട്ട് വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒരുപാട് ഗ്രോത്ത്, ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും. ജീസസ് യൂത്തിന് പോകാൻ തുടങ്ങി. ഒത്തിരി ഫ്രണ്ട്സും എല്ലാ കാര്യത്തിലും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ലഭിച്ചു ഇവിടെ വന്ന്. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ശരിക്കും 10ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് ഞാനൊരു അവസാനം ഒരു ബോർഡ് എക്സാമിന് ഒരു 3 മാസം മുമ്പ്, 2 മാസം മുമ്പ് ഞാൻ ഡെയിലി ഒരു അഡീഷണൽ എക്സ്ട്രാ കൊന്ത ഈ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ബോർഡ് എക്സാമിനെ സമർപ്പിച്ച് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബോർഡ് എക്സാം ആയ സമയത്ത് എനിക്ക് ബോർഡ് എക്സാം അത്ര എളുപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സാക്കി, ഞാൻ ഇങ്ങനെ കണ്ടില്ല, അങ്ങനെ മിസ്സാക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും മാർക്ക് അത്രയും കിട്ടത്തില്ലെന്നാണ് ഞാൻ ഓർത്ത്. 2-3 സബ്ജക്റ്റിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് മിസ്സായിപ്പോയി. അപ്പോൾ പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 95.6% കിട്ടി. അപ്പം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതെല്ലാം ഈശോയുടെ വലിയ അനുഗ്രഹവും സ്നേഹവും മാത്രമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ കൂടെ ഇങ്ങനെ ചേർന്ന് ജീവിച്ച് നമ്മളിങ്ങനെ പോകുമ്പം എപ്പോഴും അങ്ങനെ നമുക്ക് സന്തോഷം മാത്രമാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് സങ്കടങ്ങളും ഒക്കെ വരും. പക്ഷെ നമ്മളിങ്ങനെ സഹനങ്ങളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞ് ഈശോ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പം നമ്മളിങ്ങനെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും മുള്ളുകളും കല്ലുകളും കുഴികളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെയാണോ ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന്. നമുക്ക് ഇന്നത്തെ ചാലഞ്ചിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ ചാലഞ്ച് കാണാം. ഇന്നത്തെ ചലഞ്ച് ഇതാണ്. സ്നേഹത്തെ പറ്റി 2 മിനിറ്റ് സംസാരിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഏറ്റവും മികച്ച വീഡിയോ നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. അയക്കേണ്ട നമ്പർ 9048398600. ഞാൻ ഒന്നും കൂടിയും പറയാം, 9048398600. കൂട്ടുകാരെ, ഇനി നമ്മുടെ പ്രേയറിന്റെ ടൈമാണ്. നിങ്ങൾക്ക് ഇത്തിരി പിടിവാശിയൊക്കെ ഉണ്ടോ? എനിക്കിത്തിരി ഉള്ളതാ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിടിവാശിയുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ്. കണ്ണടക്കാം, കൈ ഓർക്കാം. Sweetheart of Jesus that burns with love for me, inflame my heart to love you more. Sweetheart of Jesus. കൂട്ടുകാരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗോഡ് ബ്ലെസ് യു. ബൈ.